ഈ മനുഷ്യൻ ചെയ്യുന്ന അടുത്ത കാര്യം എന്നറിയാമോ? നീ വരണ്ട എന്ന ഒറ്റ വാക്കിനകത്തൂടെ ഞാൻ മനസ്സിലാക്കിയത് ദൈവത്തിന്റെ തീരുമാനത്തെ പോലും മാറ്റാൻ ഈ മനുഷ്യന് പറ്റി എന്നുള്ളതാണ്. സ്തോത്രം. ദൈവത്തിന്റെ തീരുമാനത്തെ മാറ്റമോ? ഞാൻ വന്ന് സൗഖ്യമാക്കാമെന്ന് പറഞ്ഞാൽ ദൈവമേ അങ്ങയുടെ ഹിതം പോലെ എന്ന് പറയേണ്ടതിന് പകരം ഈ മനുഷ്യൻ പറയുക, വേണ്ട, ആ തീരുമാനം വേണ്ട. സ്തോത്രം. അങ്ങന്റെ വീട്ടിലൊന്നും വരണ്ട, അതിനുള്ള യോഗ്യത എനിക്കില്ല. ഇവിടെ നിന്ന് കൽപ്പിച്ചാൽ ശ്രദ്ധിച്ചോ, ദൈവിക തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ ഭക്തന് കഴിയും. സ്തോത്രം. ഇത് പറയുമ്പോൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ ഒരു തെളിവ് ഞാൻ പറയാം. ദൈവം ഒരു ദിവസം മോശയോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോശേ, ഈ ജനം ദുശാഠ്യമുള്ള ഹൃദയമുള്ള ജനമാണ്, അവർ വഴിതെറ്റി നടക്കുന്നു, അവർ തങ്ങളെ രക്ഷിച്ച ദൈവം ഈ കാളക്കുട്ടിയാണ് എന്ന് പറഞ്ഞ് അവർ ആർത്തുല്ലസിക്കുകയാണ്, ഇവരെ നശിപ്പിക്കാൻ വേണ്ടി എന്നെ വിടുക. ആര്? ദൈവം മോശയോട് പറയും, എന്നെ വിടാൻ. അപ്പൊ ദൈവത്തിന് മോശയോട് പറയും, എന്നെ വിടാൻ. മോശയോട് പറയാൻ ശ്രദ്ധിച്ചേ, ഇപ്പൊ ഞാനൊരു ഈ മോനെ പിടിച്ച് ഇങ്ങനെ വെച്ചേക്കും, എന്നെ ഒന്ന് വിട് എന്ന് പറയാൻ ആ മോൻ പറയുന്നത് പോലെ ദൈവം മോശയോട് പറയും, എന്നെ ഒന്ന്. അപ്പം ദൈവത്തെ പോലും പിടിച്ചു വയ്ക്കുന്ന ഒരു തലമുണ്ട്. സ്തോത്രം. ദൈവത്തെ പിടിച്ചു നിർത്തുന്ന ഒരു തലം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് യാക്കോബ് ദൈവത്തെ അങ്ങ് മുറുകെ പിടിച്ച്. സ്തോത്രം. ദൈവത്തെ പിടിവിടാതെ സ്തോത്രം. ദൈവത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് മോശ പറയുക, അല്ല ദൈവം പറയുക, എന്നെ ഒന്ന് വിട, എനിക്കൊന്ന് പോകണം. അപ്പൊ മോശ പറയുക, ഇല്ല, വിടത്തില്ല, എനിക്ക് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. ദൈവമേ, ഫറവോന്റെ കൊട്ടാരത്തിന്റെ അടിമകളായിരുന്ന ഇവരെ അവിടെ നിന്നും വിടുവിച്ച് ഈ മരുഭൂമി വഴിയായി ഇവിടെ കൊണ്ടുവന്ന് ഈ മരുഭൂമിക്കകത്തിട്ട് ഇവരെ കൊന്നുകളഞ്ഞെന്ന് നാളെ ഫറവോനും സംഘവും പറയരുതെങ്കിൽ, നിന്റെ നാമം അവിടെ കളിയാക്കപ്പെടരുതെന്നുണ്ടെങ്കിൽ നിന്റെ തീരുമാനത്തെ മാറ്റണം. സ്തോത്രം. സ്തോത്രം. നമ്മളൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ട്, കർത്താവേ, ഏഴകളും കൃമികളും പുഴുക്കളുമാണ് ഞങ്ങളൊക്കെ. അങ്ങനെ ഒരു മനുഷ്യൻ വിളിച്ചു പറയുക, നിന്റെ തീരുമാനത്തെ മാറ്റണം. സ്തോത്രം. അങ്ങനൊരു സാധാ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് ദൈവം പറയും, എന്റെ തീരുമാനത്തെ ഞാൻ മാറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ തീരുമാനത്തെ ഞാൻ മാറ്റുക. ദൈവിക തീരുമാനങ്ങളെപ്പോലും മാറ്റിമറിക്കുന്ന പ്രാർത്ഥന. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? സ്തോത്രം. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു വാക്ക് കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ, അന്യന്റെ വേദനയെ തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് തരണം. ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് അങ്ങ് എനിക്ക് തരണം. ഞാൻ ആരോടാ പ്രാർത്ഥിക്കുന്നേ എന്നുള്ള തിരിച്ചറിവ് എനിക്ക് വേണം. അങ്ങയുടെ അധികാരത്തെക്കുറിച്ച് അറിയാനുള്ള കൃപ അങ്ങ് എനിക്ക് തരണം. എൻ്റെ പ്രാർത്ഥന ദൈവിക തീരുമാനങ്ങളെ മാറ്റിമറിക്കും എന്നുള്ള വിശ്വാസത്തെ അങ്ങ് എനിക്ക് തരണം. ഒരു നാട് മുഴുവൻ നശിക്കുമെന്ന് ദൈവം യോനയോട് പറഞ്ഞ് ഒരു പ്രവചനം പറഞ്ഞ് ആ നാട്ടിലോട്ട് നിനവേലോട്ട് വിടുമ്പോൾ ആ ജനം മുഴുവൻ നശിച്ചു പോകുമെന്ന് പ്രവചനം അറിയിച്ചിട്ടും ജനത്തിൻ്റെ അനുതാപത്തിൻ്റെ മുൻപിൽ, ജനത്തിൻ്റെ ആ കരച്ചിലിൻ്റെ മുമ്പിൽ ദൈവം തീരുമാനത്തെ മാറ്റി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇവിടെ ആലോചന പറയും, ദൈവം തീരുമാനത്തെ മാറ്റത്തക്ക നിലവാരത്തിൽ ഒരു പ്രാർത്ഥനയിലേക്ക് ദൈവസഭ മടങ്ങി വന്നാൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന ആലോചനയെ ശ്രദ്ധിച്ചോ, വരുന്ന പല ആപത്തുകളും ഈ ദിവസങ്ങളിൽ വഴിമാറിപ്പോവുകയാണ്. പല പ്രശ്നങ്ങളും വഴിമാറിപ്പോവുകയാണ്, പല ദുരന്തങ്ങളും വഴിമാറിപ്പോവുകയാണ്. ഇന്ന് പകൽ തിരിച്ചറിയുന്ന ദൈവജനം ഒരിക്കൽ കൂടെ ശക്തിയോട് ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, തിരുമുൻപാകെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ തിരിച്ചറിവുകളെ കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.